ഹലോ. ക്യാമ്പസ് കേരളയുടെ സെക്കൻഡ് എപ്പിസോഡാണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോക്കിയിരുന്നത് കേരളത്തിലെ ടോപ്പ് 10 കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളതും അത് ഏതൊക്കെ കോളേജസാണ് അവൈലബിൾ എന്നുള്ളതുമായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെ കോഴ്സസ് ആയിരിക്കും നിങ്ങളുടെ ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കഴിഞ്ഞ കീം 2025 അലോട്ട്മെൻറ്റിൻ്റെ ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് മാത്രമാണ്. സോ ഫെർദർ റിസർച്ച് എല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ കളർ കോഡ്സ് ഈ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ യൂസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് പറയാം. ഗ്രീൻ യൂസ് ചെയ്ത് ഗവൺമെൻറ് കോളേജിനാണ്. അതാണ് നമ്മുടെ ഏറ്റവും അഫോർഡബിളും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. പിന്നെ ടീൽ കളർ യൂസ് ചെയ്തിട്ടുള്ളത് എയ്ഡഡ് കോളേജസ് ഉള്ളത്. ദാറ്റ് ഈസ് മോഡറേറ്റ്ലി പ്രൈസ്ഡ് ആണ്. നല്ല ഓപ്ഷൻസ് കുറേ ഉണ്ട്. പിന്നെയുള്ളത് സെൽഫ് ഫിനാൻസിങ്, ദാറ്റ് ഈസ് ഓറഞ്ച് കളർ. എക്സ്പെൻസീവ് ആണ്, ക്വാളിറ്റി വേറിയിങ് ആണ്. ഒരിക്കലും നമുക്ക് എല്ലാ ഓപ്ഷൻസും നല്ലതാണ് പറയാൻ പറ്റുന്നതല്ല. സോ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ നോക്കാൻ പോകുന്നത് റാങ്ക് 1 to 3000 ആണ്. ഇത് എലീറ്റ് ടിയർ, ലൈക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാം, എവറി വൺ വാണ്ട്സ് ടു ബി ഇൻ ദിസ് ടോപ്പ് ടിയർ. ബട്ട് കീം എഴുതുന്ന ഒരു 4% കാൻഡിഡേറ്റ്സ് മാത്രമേ ഈ ഒരു സെക്ഷനിൽ എത്തിപ്പെടാറുള്ളൂ. സോ ഈ ഒരു ഏരിയയിൽ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ ദ സ്ട്രാറ്റജി ഈസ് ടു പിക്ക് ദ ബെസ്റ്റ് കോളേജ് ഫസ്റ്റ്. കോഴ്സ് സെക്കൻഡ് ഓപ്ഷനാണ്. കാരണം CET CSE ഓപ്ഷൻ എന്ന് വെച്ചാൽ ഒരു ഡ്രീമാണ്. CET ECE EE എല്ലാം ബെറ്റർ ദാൻ CSE. വേറൊരു കോളേജിലെ CSEനെക്കാട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടോപ്പ് റാങ്കേഴ്സ് ഗോ ടു CET ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോഴ്സ്. കാരണം ഇവിടെ ബ്രാൻഡ് അല്ല, ആ ഒരു കോളേജിൻ്റെ റെപ്യൂട്ടേഷനാണ് എല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. ആൻഡ് ഓൾസോ ദി അലുമിനി നെറ്റ്വർക്ക്, അതും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും CET പോലത്തെ ഒരു കോളേജിൽ. സോ ഏതൊരു സ്ട്രീം സെലക്ട് ചെയ്താൽ പോലും അവിടെ സ്ട്രോങ് നെറ്റ്വർക്കുള്ള പ്രസൻസ് ഉണ്ട്. സോ അതൊരു മെയിൻ റീസണാണ് ആ ഒരു സെലക്ഷന്. ഈ ഒരു സെക്ഷനിൽ വരുന്ന എല്ലാവരും ഗവൺമെൻറ് കോളേജസാണ് പ്രിഫർ ചെയ്യുന്നെങ്കിലും ഇതിലൊരു എക്സെപ്ഷൻ വരുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജും TKM ആണ്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചിൽ ഐ തിങ്ക് അത് എറണാകുളം ജില്ലയിലാണ്. സ്ട്രോങ് IT ഹബ്ബാണ്. അതാവും അതിൻ്റെ ഒരു റീസൺ. അടുത്ത സെക്ഷൻ റാങ്ക് 3000 to 5000. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന് ഗവൺമെൻറ് ഓപ്ഷൻസ് ആയിട്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട്, കണ്ണൂർ, പിന്നെ NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, എല്ലാം ഗവൺമെൻറ് കോളേജസാണ്. എല്ലാം എക്സലൻ്റ് ഓപ്ഷൻസാണ്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് തിങ് ഇവിടെയാണ്, ഈ റാങ്കിൽ നിങ്ങൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. മാർ അത്തനേഷ്യസ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതൊരു ഗവൺമെൻറ് കോളേജ് ഓപ്ഷനാണ്. വളരെ റെപ്യൂട്ടേഷൻ ഉള്ളൊരു കോളേജാണ്. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ ECE, ബാട്ടൺ ഹിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ്, ഇതൊക്കെ ഓപ്ഷൻസാണ്. ഇതൊക്കെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ കേരളത്തിലെ നമ്പർ 2 കോളേജാണ്. പിന്നെയുള്ളത് സെൽഫ് ഫിനാൻസിങ്ങിൽ രാജഗിരിയിലെ കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻ. ചിലപ്പോൾ ചില ഗവൺമെൻറ് കോളേജിനേക്കാൾ ബെറ്റർ കട്ട് ഓഫാണ് രാജഗിരിയിലെ കമ്പ്യൂട്ടർ സയൻസിന് കിട്ടാറ്. അതേപോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബിസിനസ് സിസ്റ്റം, ഇതൊക്കെ ഓപ്ഷൻസാണ്. പക്ഷേ ബിഗ് ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലെ കമ്പ്യൂട്ടർ സയൻസ് ആണോ, മാർ അത്തനേഷ്യസിലെ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ആണോ, അതോ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണോ എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ടേക്ക് പറയുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റിലെ എല്ലാ ഓപ്ഷൻസും സ്ട്രോങ് ഗവൺമെൻറ് കോളേജസ് ആണ്. അതുകൊണ്ട് കോളേജിൻ്റെ സ്പെസിഫിക് റെപ്യൂട്ടേഷനാണ് കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ബ്രാഞ്ച് നെയിം സെക്കൻഡറി ആണ് ഇവിടെ. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ട്രിപ്പിളി കരിയർ ഔട്ട്കംസിൽ പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കമ്പ്യൂട്ടർ സയൻസിനെക്കാട്ടിലും മേലെയാണ്. എന്നാൽ അത് പറഞ്ഞാലും നിങ്ങൾ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇപ്പം എന്തായാലും സോഫ്റ്റ്വെയർ കരിയറാണ് ലക്ഷ്യമായിട്ടുള്ളതെങ്കിൽ ഗവൺമെൻറ് കോളേജിലെ CSE ഓപ്ഷൻ തന്നെ എടുക്കേണ്ടതാണ്.
എന്നാൽ ഇലക്ട്രോണിക്സ്, ഹാർഡ്വെയർ അങ്ങനത്തെ ഒരു ഓപ്ഷനിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ മാറത്ത് അനേഷ്യസിലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ട്രിപ്ലി. ഇറ്റ്സ് എ ഫിനോമിനൽ പിക്ക്. ദീസ് ആർ ഓൾ ഫിനോമിനൽ പിക്സ്. ഇവിടെ ജെന്യുവൻലി റോങ് ചോയ്സ് ഇല്ല, എല്ലാം ടോപ്പ് ടിയർ കോളേജസ് ആണ്. സോ അതൊരു സേഫ് ഒരു സോണാണ് ഈ ഒരു റാങ്കിൻ്റെ. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് റാങ്ക് 5000ൻ്റെയും 10,000ൻ്റെ ഇടയിലുള്ള നോക്കാം. ഈ ഒരു എൻറ്റയർ കൗൺസിലിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ ഫേസ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ 5000 to 10,000 വരുന്നവർ. ഒരു ഗുഡ് പ്രൈവറ്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണോ അതോ ടോപ്പ് ഗവൺമെൻറ് കോളേജിൽ ഒരു കോർ ബ്രാഞ്ച് എടുക്കണോ, ഇതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എപ്പോഴും. ഇതിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചാൽ നിങ്ങൾക്ക് 3 പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഈ പാത്ത് ഏതിൽ വരുന്നത് പ്രൈവറ്റ് എയ്ഡഡ് കോളേജസിലെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ അതുപോലെ കുറച്ച് നീഷ് ഫീൽഡ് ബൂമിംഗ് ആയിട്ടുള്ള VLSI ഡിസൈൻ പോലെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ കോഴ്സുകൾ, അതേപോലെ സം എമർജിങ് കോഴ്സസ് ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ പാത്ത് ബിയിലുള്ളത് ഗവൺമെൻറ് കോളേജസിലെ കോർ ബ്രാഞ്ചസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ, TKM കൊല്ലത്തിൽ ട്രിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ. പിന്നെ പാത്ത് സി, ഇതാണ് മോസ്റ്റ് ആൾക്കാർ മിസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ്, ലൈക്ക് രാജഗിരിയിലെ AI ആൻഡ് ഡാറ്റ സയൻസ്, പിന്നെ റോബോട്ടിക്സ് ആൻഡ് AI രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലെ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഈ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് CET-യിൽ. ഓണസ്റ്റ് അഡ്വൈസ്, ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ കമ്പാരിസൺ രീതി മാറി. ഗവൺമെൻറ് കോളേജസിൽ തമ്മിൽ കമ്പയർ ചെയ്യുന്നതല്ല ഇനി, പ്രൈവറ്റ് എയ്ഡഡ് CSEയും ഗവൺമെൻറ് കോർ ബ്രാഞ്ചസും തമ്മിലാണ്. അതുകൊണ്ട് റൂളും മാറും ഇവിടെ. ഈ ലെവലിൽ നിങ്ങളുടെ കരിയർ ഗോളാണ് ഡിസിഷൻ ഡ്രൈവ് ചെയ്യേണ്ടത്, അല്ലാതെ ഗവൺമെൻറ് ടാഗ് അല്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ ജോബാണ് ഗോളെങ്കിൽ SCTയിലെ CSE, മുത്തൂറ്റിൽ കോളേജിലെ CSE, ഇതൊക്കെ നല്ല പ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ള കോളേജസാണ്. ഗവൺമെൻറ് കോളേജിലാണ് എന്നതുകൊണ്ട് മാത്രം ട്രിപ്പിൾ എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സെക്ഷനിലാണ് റാങ്കിങ്ങിൽ. പക്ഷേ ജെന്യുവൻലി കോർ എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് ലൈക്ക് ഇലക്ട്രോണിക്സ്, VLSI, ഓട്ടോമോട്ടീവ്, ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ GC തൃശ്ശൂർ, TKM, മാറത്ത് അനേഷ്യസ് എല്ലാം നല്ല റൈറ്റ് കോളാണ്. റൂൾ മാറിയത് ഓപ്ഷൻസ് മാറിയതുകൊണ്ടാണ്. നേരത്തെ ഉണ്ടായിരുന്ന 3000ൻ്റെയും 5000ൻ്റെയും ബ്രാക്കറ്റിലായപ്പോൾ എല്ലാം ടോപ്പ് ഗവൺമെൻറ് കോളേജസ് ആയിരുന്നു. ഇവിടെ കോളേജ് ടൈപ്പും കോഴ്സും അലൈൻമെൻറ്റും തമ്മിലാണ് ട്രേഡ് ഓഫ്. അതുകൊണ്ട് നിങ്ങളുടെ ഗോളിന് മാച്ച് ചെയ്യുന്നത് തന്നെ പിക്ക് ചെയ്യണം. ഈ ഒരു സെക്ഷനിൽ കമ്പാരിസൺ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 3000 to 5000 സെക്ഷനിൽ മോസ്റ്റ്ലി ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഓപ്ഷൻസാണ് നമ്മൾ കമ്പയർ ചെയ്തത്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ 5000 to 10,000 പ്രൈവറ്റ് വേഴ്സസ് ഗവൺമെൻറ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് 10,000 to 15,000 റേഞ്ചിലേക്കുള്ള നോക്കാം. ഈ ഒരു റാങ്ക് റേഞ്ചിൽ വന്നാൽ ഗുഡ് ഓപ്ഷൻസ് ഇല്ല എന്ന് ആര് പറഞ്ഞാലും അത് വിശ്വസിക്കരുത്. ആബ്സല്യൂട്ട്ലി ഗുഡ് ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗവൺമെൻറ് കോളേജസ് ഉണ്ട്, ലൈക്ക് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ കിട്ടും, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, മാറത്ത് അനേഷ്യസിലൊക്കെ മെക്കാനിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ സ്ക്രീനിലുള്ള ഓപ്ഷൻസ്. അതുപോലെ എയ്ഡഡ് കോളേജസിൽ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ CSE ഓപ്ഷൻസ് ഉണ്ട്, അതൊരു സോളിഡ് ഓപ്ഷനാണ് എയ്ഡഡിൽ. പിന്നെ LBT വിമൻസ് കോളേജ്, അത് CSE ഓപ്ഷൻസ് ഉണ്ട്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ, അതേപോലെ സെൽഫ് ഫിനാൻസിങ്ങിൽ മാർ ബസേലിയോസ്, സെയിൻറ്റ് ഗിറ്റ്സ്, മുത്തൂറ്റ്, രാജഗിരി ഓപ്ഷൻസ് ഒക്കെ IT ഉണ്ട്. ഇതൊക്കെ ആ സ്ക്രീനിൽ കാണുന്ന ഓപ്ഷൻസ് ഞാൻ വീണ്ടും എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്ന സ്ട്രാറ്റജി ബേസിക്കലി നിങ്ങൾ ഇൻട്രസ്റ്റ് തന്നെ കീ ആയിട്ട് എടുക്കണം. അപ്പം ഇൻട്രസ്റ്റ് കീ ആയിട്ടുള്ളതിൽ ഏറ്റവും നല്ല കോളേജ് ഏതാണെന്ന് നോക്കിയിട്ട് അത് മാച്ച് ചെയ്ത് പോകണം. ഇപ്പം മെക്കാനിക്കലാണ് ഹാപ്പി ആയിട്ടുള്ളതെങ്കിൽ ഒരിക്കലും കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷനിന് പുറമെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ എയ്ഡഡ് കോളേജ് ലിസ്റ്റ് ഇതിലുള്ളതൊക്കെ ജെന്യുവൻലി എക്സലൻ്റ് ഓപ്ഷൻസ് ആണ്. സോ ഈ ഒരു റേഞ്ചിൽ വന്നാൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല.
എന്തായാലും ഗവൺമെൻറ് എയ്ഡഡ് കോളേജിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഈ ഒരു റേഞ്ചിൽ വരുന്നവർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇനി വരുന്നത് 15,000 to 24,000 25,000 ആണ്. ഇതിൽ ശരിക്കും നിങ്ങൾ ചോയ്സസ് സ്മാർട്ടായി സെലക്ട് ചെയ്യണം. ഇതിൽ കാരണം ഒരു നല്ലൊരു പിക്കും മോശം പിക്കും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉണ്ട്. സോ നല്ലോണം ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഈ ഒരു റേഞ്ചിൽ വരുന്ന റാങ്ക് ഹോൾഡേഴ്സ്. ഗവൺമെൻറ് ഓപ്ഷൻസ് ഇപ്പോഴും ഉണ്ട്. വയനാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ലാസ്റ്റ് ഇയർ 19,931 വരെ പോയിട്ടുണ്ട്. അതേപോലെ ഡയറി ടെക്നോളജി 17,055 മുതൽ 23,680 വരെ പോയിട്ടുണ്ട് ലാസ്റ്റ് ടൈം. സോ ഇതൊന്നും ഡിസ്മിസ് ചെയ്യരുത്. ഫുഡ് ടെക്കും ഡയറിയും ഒരു സ്റ്റേബിൾ കരിയർ പാത്സാണ് എപ്പോഴും. വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുഡ് ടെക്നോളജി ലാസ്റ്റ് ടൈം 17,560 വരെ പോയിട്ടുണ്ട്. അതേപോലെ ടോപ്പ് ഗവൺമെൻറ് കോളേജ് അതായത് സിവിൽ എഞ്ചിനീയറിങ്ങിന് 15,136 വരെയും പോയിട്ടുണ്ട്. സോ ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ. പിന്നെ എയ്ഡഡ് കോളേജസിൻ്റെ ലിസ്റ്റിൽ വളരെ ജെമ്മായിട്ടുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. പെരുമൺ ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 17,000 വരെ ലാസ്റ്റ് ടൈം. ചെങ്ങന്നൂർ ഇലക്ട്രിക്കൽ EEE 17,595 വരെ പോയിട്ടുണ്ട്. ലിസ്റ്റ് ഈ സ്ക്രീനിൽ ഞാൻ ഫുൾ കൊടുക്കുന്നുണ്ട്. ഈ എയ്ഡഡ് കോളേജസ് ഗവൺമെൻറ് ലെവൽ ഫീ ആണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ CSE പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇൻക്രെഡിബിൾ വാല്യൂ ആണ്. സോ ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ സെൽഫ് ഫിനാൻസിങ്ങിലും SCMSൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI ലാസ്റ്റ് ടൈം 20,357 വരെ പോയിട്ടുണ്ട്. അതുപോലെ ഓപ്ഷൻസ് MES കുറ്റിപ്പുറത്ത് കമ്പ്യൂട്ടർ സയൻസ്, SCMSൽ കമ്പ്യൂട്ടർ സയൻസ്, ആ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോഴും. സോ ഈ റാങ്കിൽ CSE ആണ് ഓഫർ ചെയ്യുന്ന എയ്ഡഡ് കോളേജസിന് ബെസ്റ്റ് വാല്യൂ. അപ്പം 3 to 4 times ഫീ ചാർജ് ചെയ്യുന്ന പല സെൽഫ് ഫിനാൻസിങ് കോളേജിനേക്കാളും മച്ച് ബെറ്റർ ഡീൽസ് എയ്ഡഡ് ലെവലിലും ഉണ്ട് ഈ ഒരു റേഞ്ചിൽ വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത റാങ്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25,000-ൻ്റെയും 4,000-ൻ്റെയും റേഞ്ചിൽ വരുന്ന കുട്ടികളാണ്. ഈ ഒരു റാങ്കിൽ വരുന്ന കുട്ടികൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് കൃത്യം അറിയാം. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടത്, ഈ കീം റാങ്ക് അല്ല നിങ്ങളുടെ കരിയർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അടുത്ത 4 വർഷം ഒരു കോളേജ് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കരിയർ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ദർ ഇസ് നത്തിങ് ടു ബി ഡിസപ്പോയിൻറ്റഡ് അബൌട്ട് ഈ ഒരു റാങ്ക് റേഞ്ചിൽ വരുന്നത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. CSE ഇഷ്ടമുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ്ങിലും ECE EEE ഓപ്ഷൻസ് ഉള്ളവർക്ക് എയ്ഡഡ് കോളേജിലും എല്ലാം ഓപ്ഷൻസ് ഈ ലിസ്റ്റിൽ കാണാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ AI ആൻഡ് ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ റാങ്കിൽ വരുന്നവർക്കും. അപ്പം ഈ റാങ്കിൽ കോളേജ് നെയിം മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങളെങ്ങനെ അടുത്ത 4 കൊല്ലം വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കോളേജ് നെയിം മാറ്റർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ബേസിക് ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ടായാൽ മതി. ബാക്കി നിങ്ങളെങ്ങനെ നിങ്ങളെ ബിൽഡ് ചെയ്യുന്നതെന്നുള്ള പോലെ ഇരിക്കും. ഔട്ട്സൈഡ് ഓഫ് അക്കാഡമിക്സ് കുറച്ച് സ്കിൽസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ CSE ആണ് ഫോർ എക്സാമ്പിൾ കോഡിംഗ് പ്രോജക്ട്സ്, ഇൻറ്റേൺഷിപ്സ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ ഓപ്പൺ സോഴ്സ് പ്രോജക്ട്സ് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ ഈ പഠിക്കുന്നതിനൊപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം 40,000 റാങ്ക് കിട്ടിയ കോളേജിൽ നിന്ന് ഗൂഗിൾ, ആമസോണൊക്കെ ക്രാക്ക് ചെയ്ത ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് റിയൽ സ്കില്ല് ബിൽഡ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഒന്നും ഡിസപ്പോയിൻറ്റഡ് ആവാനില്ല. ഓക്കെ, അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ നിങ്ങളുടെ ബേസിക് ഫ്രെയിം വർക്ക് ഇതായിരിക്കണം. ഫോർ ദ എക്സാം ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുക. കോഴ്സ്, ഫീസ്, ലൊക്കേഷൻ ഇതൊക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന റാങ്ക് ഇപ്പോൾ പറഞ്ഞ ആ റൂൾ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ CSE അങ്ങനത്തെ IT റിലേറ്റഡ് കോഴ്സ് എടുക്കുന്നവർ മാക്സിമം ഈ ട്രിവാൻഡ്രം, എറണാകുളം പോലത്തെ സിറ്റീസിലുള്ള കോളേജ് എടുത്താൽ ഈ പ്ലേസ്മെൻറ്റ് സെല്ല് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും.
ഇപ്പോൾ AI ആൻഡ് ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, റോബോട്ടിക്സ് ഇതെല്ലാം വളരെ കോമ്പറ്റേറ്റീവായ കോഴ്സാണ് ഇപ്പോൾ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ട് ഒരു കുറച്ച് ഐഡിയ ഉണ്ടാവുക, ബാക്കി സ്വന്തം ഒരു ഇൻപുട്ടും കൂടി എടുത്തിട്ട് തീരുമാനത്തിലേക്ക് എത്തുക. ഓക്കെ, ഹോപ്പ്ഫുള്ളി ഇത് കുറച്ച് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന വീഡിയോ. സോ അടുത്തൊരു ഡിസ്കഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.